ഗീത, എങ്ങനെയാണ് ഒരു സംഭവം കൂടി സ്ത്രീ പീഡനം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, അതിൻ്റെ പശ്ചാത്തലം മാത്രമേ മാറുന്നുള്ളൂ? എങ്ങനെ കാണുന്നു ഇതിനെ? എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം അഭയ കേസ് മുതൽക്ക് നമ്മൾ കാണുന്ന ഒരു രീതിയുണ്ട്. അതിനു മുമ്പ് തന്നെ ഇത്തരം കേസുകൾ നിലവിലുണ്ട്. അപ്പൊ ആശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ആശ്രമങ്ങളിൽ എങ്ങനെയാണ് അവിടെ ഇത്തരത്തിലുള്ള സന്യാസത്തിന്റെയൊക്കെ മറവിൽ, ദൈവത്തിന്റെ മറവിൽ, ആത്മീയതയുടെ മറവിൽ സ്ത്രീകൾ ഇരകളാക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു നിരവധി ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. അതേ സമയത്ത് തന്നെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് വരികയും അമ്മയുടെ സഹായത്തോടു കൂടിയിട്ട് എന്നിപ്പോ നിങ്ങൾ പറയുന്നു, അത് എനിക്കറിഞ്ഞൂടാ, അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ധൈര്യപ്പെടുകയും ചെയ്യുന്ന ഒരു പുരുഷന്റെ വലിയ ആത്മവിശ്വാസം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അപ്പോ ആ കുട്ടി എന്തുകൊണ്ടോ ഇയാളുടെ ജനനേന്ദ്രിയം മുറിക്കുന്നു. ഞാനിപ്പോ എന്റെ FB പോസ്റ്റ് ചെയ്തത് ഇതാണ്. കാരണം ഇത്തരം മുറിക്കപ്പെട്ട ജനനേന്ദ്രിയങ്ങളുടെ ഒരു പ്രദർശനശാല പേരും വിലാസത്തോടും കൂടിയിട്ട് കേരളത്തിൽ ഒരുക്കുകയാണെങ്കിൽ ഈ വരുന്ന ആൾക്കാർക്ക്, അടുത്ത 1-2 തലമുറകൾക്ക് അപ്പുറമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് പോകേണ്ടി വന്നതിന്റെ സാഹചര്യം പഠിക്കാൻ സഹായകമാവും. കാരണം നിയമവ്യവസ്ഥകൾ പരാജയപ്പെടുന്നിടത്താണ്, നിയമം യാതൊരു സുരക്ഷയും ഉറപ്പാക്കാത്തിടത്താണ്, സമൂഹം അക്രമ സ്വഭാവത്തോടു കൂടിയിട്ട് പെരുമാറുന്നിടത്താണ്, കുടുംബം നമുക്ക് എതിരാവുന്നിടത്താണ് ഇതൊക്കെ തന്നെയും ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഹിംസാത്മകമായിട്ടുള്ള ഒരു മാർഗത്തെ അവലംബിക്കേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ചർച്ചകൾ എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്, ഇത് ചെയ്തത് ശരിയായോ, അപ്പൊ തന്നെ പോലീസിനോട് പോയി പറയല്ലേ വേണ്ടത്, അപ്പൊ തന്നെ അറസ്റ്റ് നടത്തല്ലേ വേണ്ടത്, പരാതി എഴുതി കൊടുക്കുകയായിരുന്നില്ലേ വേണ്ടത്, വനിതാ കമ്മീഷനെ സമീപിക്കേണ്ടിയിരുന്നില്ലേ, തുടങ്ങിയിട്ടുള്ള വിഡ്ഢിത്തം നിറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഈ കുട്ടിക്ക് നേരിടേണ്ടി വരിക. ഞാൻ ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നു, ചെയ്ത കൃത്യത്തിൽ ഉറച്ചു നിൽക്കാനും അതിനെ ധീരമായി നേരിടാനും കഴിയുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഈ കുട്ടി കേരളത്തിൽ ഉയർന്നു വരട്ടെ.